കഥയാണോ? ഓക്കെ. ആനയും അന്ധന്മാരും. അന്ധന്മാര് പറഞ്ഞെന്താ? കണ്ണ് കാണാത്തവര്. 5 കണ്ണ് കാണാത്തവര് കൂടിയിട്ട് ആരെ കാണാൻ പോയി? ആനയെ കാണാൻ പോയ കഥയാണ് കേട്ടാ. അന്ധന്മാർ ആനയെ കാണാൻ പോയ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇതാ ശ്രദ്ധിച്ചോളൂ. ഇത് സിപ്പി പള്ളിപ്പുറമാണ് ഈ കഥ വീണ്ടും എഴുതിയിരിക്കുന്നത്. ഓക്കെ. പണ്ടൊരിടത്ത് 5 അന്ധന്മാരുണ്ടായിരുന്നു. അന്ധന്മാർ മാത്രമല്ല, ആന മണ്ടന്മാരുമായിരുന്നു അവർ. ഒരു ദിവസം അന്ധന്മാരുടെ തലവൻ ചോദിച്ചു. അന്ധന്മാർക്ക് ഒരു തലവൻ ഉണ്ട് കേട്ടാ. തലവൻ പറഞ്ഞ ആരാണ്? ഒരു ലീഡർ ഉണ്ട്. ആ തലവൻ ചോദിച്ചു, ചങ്ങാതിമാരെ, നിങ്ങൾ ആനയെന്ന് കേട്ടിട്ടില്ലേ? അപ്പോ കൂട്ടത്തിൽ ഒരാള് പറഞ്ഞു, ഉണ്ട്, കേട്ടിട്ടുണ്ട്. ആന ഒരു ഭയങ്കര മൃഗമാണെന്നാ ഞാൻ കേട്ടിരിക്കണത് പറഞ്ഞു കേട്ടാ. എങ്കിൽ നമുക്കൊരു ആനയെ കണ്ടേ പറ്റൂ. മറ്റൊരാൾ നിർബന്ധം പിടിച്ചു. കണ്ണില്ലാത്തവർ എങ്ങനെ ആനയെ കാണുമെന്നൊന്നും അവർ ചിന്തിച്ചില്ല. മണ്ടന്മാരല്ലേ. കേട്ട പാതി കേൾക്കാത്ത പാതി അവർ 5 പേരും കൂടി എങ്ങോട്ട് പോയി? ആനക്കരയിലേക്ക് പോയി. നടന്ന് നടന്ന് കാല് കുഴഞ്ഞപ്പോഴാണ് ആലങ്ങാട്ടെ അമ്പലമുറ്റത്ത് നിന്ന് ഒരു ചങ്ങലക്കിലുക്കം കേൾക്കുന്നത്. എന്തിന്റെ ചങ്ങലക്കിലുക്ക? കേക്കണത് അല്ലേ? അന്ധന്മാർക്ക് വലിയ സന്തോഷമായി. അവിടെ ഒരു ആന നിൽപ്പുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ആനക്കാരാ, ഞങ്ങൾക്ക് ആനയെ ഒന്ന് കാണണം, അന്ധന്മാരുടെ തലവൻ പറഞ്ഞു കേട്ടാ. ഓഹോ, അതിനെന്താ, കണ്ടോളൂ, ഈ മുന്നിൽ നിൽക്കുന്നതാണ് ആന പറഞ്ഞു കേട്ടാ പാപ്പാൻ. പക്ഷെ കണ്ണില്ലാത്തവരെങ്ങനെയാ കാണുക? ഒരു മണ്ട ചിരിച്ചുകൊണ്ട് അവർ അവിടെ തന്നെ നിന്നു. ആനക്കാരന് കാര്യം മനസ്സിലായി. അയാൾ പറഞ്ഞു, കണ്ണില്ലെന്ന് കരുതി വിഷമിക്കണ്ട, ഓരോരുത്തരായി ആനയെ തൊട്ട് നോക്കിക്കോളൂ, അപ്പോൾ ഒരു ഏകദേശ രൂപം കിട്ടും പറഞ്ഞു. ആനയെ തൊട്ട് നോക്കിക്കോളാൻ പറഞ്ഞു. ഒന്നാമൻ പയ്യെ മുന്നോട്ട് നടന്ന് ആനയുടെ കാലിലാണ് തൊട്ടത്. എവിടെയാ തൊട്ടെ? അയാൾ കാലിൽ കൈയോടിച്ച് നന്നായി തപ്പി നോക്കി. ഓഹോ, ഇതാണല്ലേ ആന. കൊള്ളാം, ആന നല്ല ഉരുളൻ തൂണ് പോലെ ഇരിക്കുന്നു. എന്തുപോലെ ഇരിക്കണോന്നാ പറഞ്ഞേ? വയറല്ല, കാല് എന്തുപോലെ ഇരിക്കണേ? ഉരുളൻ തൂണ് പോലെ. അതെയോ? ഉരുളൻ തൂണ് പോലെ ഇരിക്കണു പറഞ്ഞു. അയാൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. പിന്നെ രണ്ടാമന്റെ ഊഴമായി. ആനയുടെ വാലിലാണ് അയാൾ പിടികൂടിയത്. അയാൾ ആശ്ചര്യത്തോടെ പറഞ്ഞു, ഹായ്, കൊള്ളാമല്ലോ. ആനയുടെ വാല് നോക്കിട്ട് എന്താ പറഞ്ഞേ? ആന ഒരു ചൂല് പോലെ ഇരിക്കുന്നുണ്ട്. ചൂല് പോലെയാണ്. മൂന്നാമൻ ആനയുടെ തുമ്പിക്കൈയില് തൊട്ടു. തുമ്പിക്കൈയില് തൊട്ടിട്ട് അയാൾ എന്താ പറഞ്ഞേ? ആന നന്നായിരിക്കുന്നു. ആന വലിയൊരു കുഴല് പോലെ ഇരിക്കുന്നുണ്ട്. നാലാമൻ ആനയുടെ വയറിലാണ് തൊട്ടത്. അയാൾ പറഞ്ഞു, അമ്പോ, കണ്ടില്ലേ, ആന വലിയൊരു അല്ല, പത്തായം പോലെ. ഒരു പത്തായം പോലെ ഇരിക്കുന്നുണ്ട്. അഞ്ചാമനാകട്ടെ ആനയുടെ ചെവിയിലാണ് പിടുത്തം കിട്ടിയത്. അവൻ പറഞ്ഞു, ഭേഷ്, ആന വലിയൊരു മുറം പോലെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അയ്യോ, ഇവരെ കൊണ്ട് തോറ്റു അല്ലേ? 5 പേർക്കും സന്തോഷമായി. കണ്ണില്ലെങ്കിൽ എന്താ, ആനയെ നന്നായി കണ്ടല്ലോ. പക്ഷെ എന്തു പറയാൻ, തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവർ തമ്മിൽ വലിയ അടിപിടിയായി, തർക്കണ്ടായി. ആന വലിയൊരു തൂണ് പോലെയാണെന്ന് ഒന്നാമൻ വാദിച്ചു. അല്ല, ആന നല്ലൊരു ചൂല് പോലെയാണെന്ന് രണ്ടാമൻ വാദിച്ചു. അങ്ങനെയൊന്നും അല്ല, ആന വലിയൊരു കുഴല് പോലെയാണെന്ന് മൂന്നാമൻ തർക്കിച്ചു. ആന തൂണ് പോലെയോ ചൂല് പോലെയോ കുഴല് പോലെയോ അല്ല, ഒരു ഉഗ്രം പത്തായം പോലെയാണെന്ന് അഞ്ചാമൻ തർപ്പിച്ചു പറഞ്ഞു. അല്ലല്ല, ഇപ്പറഞ്ഞതൊന്നുമല്ല, ആന ഒരു വലിയ മുറം പോലെയാണെന്ന് നാലാമൻ പറഞ്ഞു. 5 പേരും വീറോടെ തർക്കമായി. ഒരാളും വിട്ടുകൊടുത്തില്ല. തർക്കം മൂത്ത ഒടുവിൽ എന്തായി? തമ്മിൽ തല്ലായി. എല്ലാരും കൂടി അടിപിടിയായിടാ.
ഒച്ചയും ബഹളവും അടിപിടിയും മൂത്തപ്പോൾ നാട്ടുപ്രമാണി ഛോട്ടാരാമൻ അവിടേക്ക് ഓടിയെത്തി. അയാൾ പറഞ്ഞു, ഹേയ് മണ്ടന്മാരെ, ആന തൂണുപോലെയോ ചൂലുപോലെയോ കുഴലുപോലെയോ പത്തായം പോലെയോ മുറം പോലെയോ ഒന്നും അല്ല. പിന്നെ എങ്ങനെയാണ്? 5 മണ്ടന്മാരും വാ പൊളിച്ചു നിന്നു. ആന ആനയെപ്പോലെയാണ്, ഛോട്ടാരാമൻ ഓർമ്മപ്പെടുത്തി. എന്ത്, ആനയെപ്പോലെയോ? അവർ 5 പേരും അന്തം വിട്ട് ഛോട്ടാരാമന്റെ നേർക്ക് നോക്കി. അതെ, ആന എന്തിനെ പോലെയാണ്? ആനയെ പോലെയാണ് അല്ലേ? നിങ്ങൾ ഓരോരുത്തരും ആനയുടെ ഓരോ അവയവം മാത്രല്ലേ തൊട്ടുള്ളൂ. ഒരാള് തുമ്പിക്കൈ, ഒരാള് കാല് ഒക്കെ അല്ലേ തൊട്ടുള്ളൂ. ആ അനുഭവം വെച്ച് ആന അതുപോലെയാണെന്ന് പറയാൻ പാടുവോ? ഇല്ല. എല്ലാം പൂർണ്ണമായി മനസ്സിലാക്കാതെ ഒരു കാര്യത്തിലും തീർപ്പ് കൽപ്പിക്കരുത്, ഛോട്ടാരാമൻ വിശദമാക്കി. അതോടെ മണ്ടൂസന്മാർക്ക് കാര്യത്തിന്റെ കിടപ്പ് മനസ്സിലായി. അവർ ഒരേ സ്വരത്തിൽ സമ്മതിച്ചു, അതെ, ആന ആനയെപ്പോലെയാണ്. ഇഷ്ടായോ കഥ?